കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്നാണ് CAG കണ്ടെത്തൽ. പൊതുവിപണിയേക്കാൾ 300% കൂടുതൽ പണം നൽകിയാണ് കിറ്റ് വാങ്ങിയതെന്നാണ് CAGയുടെ കണ്ടെത്തൽ. കുറഞ്ഞ വിലക്ക് കിറ്റ് നൽകാമെന്ന വാഗ്ദാനം തള്ളി സാൻ ഫാർമ എന്ന കമ്പനിക്ക് മുൻകൂറായി മുഴുവൻ പണവും കൈമാറിയെന്നാണ് CAG റിപ്പോർട്ട്. കിറ്റ് വാങ്ങിയതിൽ സർക്കാർ ഗുരുതര ക്രമക്കേട് നടത്തി. 10.23 കോടി രൂപ അധിക ബാധ്യത ഉണ്ടാക്കി. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്കാണ് PPE കിറ്റ് വാങ്ങിയതെങ്കിൽ മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങി. അതായത് 2 ദിവസത്തിനിടെ കിറ്റ് ഒന്നിന് 1000 രൂപയാണ് കൂടിയത്. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞുകൊണ്ടാണ് സർക്കാർ നടപടിയെന്നും സാൻ ഫാർമസി എന്ന കമ്പനിക്ക് മുൻകൂറായി മുഴുവൻ പണവും നൽകിയെന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. 2016 മുതൽ 22 വരെ പൊതുജനാരോഗ്യ മേഖലയിലെ കാര്യങ്ങളാണ് CAG വിലയിരുത്തിയത്. അസാധാരണ കാലത്തെ അസാധാരണ നടപടിയെന്ന് പറഞ്ഞാണ് കിട്ടിയ വിലക്ക് PPE കിറ്റ് വാങ്ങിയതിനെ സർക്കാർ അന്നും ഇന്നും ന്യായീകരിക്കുന്നത്. കോവിഡ് കാലത്ത് PPE കിറ്റിൻ്റെ ക്ഷാമം കാരണമാണ് ഉയർന്ന തുക നൽകി വാങ്ങേണ്ടി വന്നതെന്ന് ആവർത്തിച്ച് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ MLA. കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടെന്ന CAG റിപ്പോർട്ട് പുറത്തു വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പക്ഷേ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. നേരത്തെ അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. വളരെ വ്യക്തമായിട്ട് എന്താ സംഭവിച്ചത് മറുപടി പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും അവർ ലോകായുക്തയുടെ മുമ്പാകെ പ്രതിപക്ഷം കേസ് കൊടുത്തതാണ്. ആ സമയത്തും മറുപടി പറഞ്ഞതാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷം അത് ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ്. PPE കിറ്റിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി കുറച്ച് കിറ്റുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഓർഡർ ചെയ്ത മുഴുവനും ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. ആരോഗ്യ മേഖലയിലെ മുൻനിര പോരാളികളെ സംരക്ഷിക്കുകയെന്നതായിരുന്നു ആ സമയത്ത് തങ്ങളുടെ ലക്ഷ്യം. ഇത് സംബന്ധിച്ച് ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും ശൈലജ പറഞ്ഞു. CAGക്ക് മറുപടി നൽകേണ്ടത് സർക്കാരാണ്. എല്ലാം നേരത്തെ വിശദീകരിച്ച കാര്യമാണെന്നും ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ലേ എന്നും ശൈലജ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.